ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇ വി എസ് ആണ് കേട്ടോ. ഇ വി എസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റൂട്ട് പഠിച്ചു. ഏതൊക്കെ ടൈപ്പ് റൂട്ടാണുള്ളത്? ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്, പിന്നെ ലീവ്സ് പഠിച്ചു അല്ലേ? റെറ്റിക്കുലേറ്റ് വെനേഷൻ, പാരലൽ വെനേഷൻ. ഇനി അടുത്തത് നമുക്ക് സീഡ് പഠിച്ചാലോ? ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓട്ടോബയോഗ്രഫി ഓഫ് എ പാഡി ഗ്രെയിൻ, ഒരു നെൽക്കതിരിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, വായിക്കാൻ പോകുന്നത് കേട്ടോ. ഐ വാസ് ബോൺ ആസ് ദി ഡോട്ടർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് മദേഴ്സ് ഹു ലിവ്ഡ് ഹാപ്പിലി. There were many of us in mother's grain stock. Some of us were eaten by a pest, chari. The rest of us grew up strong and ripened. Farmers reaped our mothers, who bore us bright and golden in their hands, threshed and cleaned them. It was from there that I reached Arun's house. When we were laid in the sun on a mat to dry, I was scattered to a corner in the yard. With the summer rain, I started changing all over. എന്താണ്? ഞാനൊരു കൂട്ടം അമ്മമാരുടെ ഒരു മകളായിട്ടാണ് ജനിച്ചത് അല്ലേ? അതായത് ഈ പാഡി ഗ്രെയിൻ അല്ലെങ്കിൽ നെൽക്കതിര്. There were many of us on mother's grain stock. കുറേ പേര് ഞങ്ങളെപ്പോലെ, എന്നെപ്പോലെ കുറേ പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കുറേ ആൾക്കാരനെ ആരാണ് കഴിച്ചത്? ചാഴി അല്ലെങ്കിൽ പെസ്റ്റാണ് കഴിച്ചത് അല്ലേ? ബാക്കിയുള്ളവരുടെ റെസ്റ്റ് ഓഫ് അസ് സ്ട്രോങ് ആയിട്ട് വളർന്നു. അതുപോലെ തന്നെ നല്ല പാകമായതിനു ശേഷം കർഷകർ അവരെ കൊയ്തെടുത്തു അല്ലേ? എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊയ്ത് മെതിച്ച് എല്ലാം ചെയ്തിട്ട് അരുണിൻ്റെ വീട്ടിലെത്തി അല്ലേ? അരുണിൻ്റെ വീട്ടിലെത്തിയിട്ട് എന്താ ചെയ്തത്? എന്താ പറയുക, സൂര്യപ്രകാശത്ത് വെച്ച് സൂര്യൻ്റെ ചൂട് കൊണ്ട് ഉണങ്ങി. എന്നിട്ട് എന്താ ചെയ്ത? യാർഡിലെ മുറ്റത്ത് ഇങ്ങനെ ഉണക്കാനിട്ടു അല്ലേ? വിത്ത് ദ സമ്മർ റെയിൻ ഐ സ്റ്റാർട്ടഡ് ചേഞ്ചിങ് ഓൾ ഓവർ. എന്താ ചെയ്തത്? എന്താണ് ഈ റെയിൻ കിട്ടിയപ്പോൾ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? മഴ വന്നപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് അല്ലേ? വേര് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? മുള പൊട്ടാൻ തുടങ്ങില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഒരു ഓട്ടോബയോഗ്രഫി ഓഫ് എ പാഡി ഗ്രെയിൻ. ഓക്കെ, അപ്പം എന്താണ്? വാട്ട് കുഡ് ബി ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ്? ദ റൂട്ട് സ്റ്റാർട്ടഡ് ഗ്രോയിങ് അല്ലേ? റൂട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. നോക്കൂ, സീഡ് ഫസ്റ്റ് ഒരു സീഡ് മണ്ണിലിട്ടു, ചെറിയൊരു വേര് പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം വേരൊന്നും കൂടി താഴത്തേക്ക് വന്നു അല്ലേ? അതിനുശേഷം മുകളിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം പൊന്തി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ അടുത്ത സ്റ്റേജ് എന്താണ്? കുറച്ചുകൂടി വേരുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേലോട്ട് പൊന്തി വന്നിട്ടുള്ള ആ ഭാഗം പച്ച കളറായിട്ടുണ്ട്. പിന്നെന്താ? വേര് കുറച്ചും കൂടി കൂട്ടമായി മാറി ഇലകളൊക്കെ നന്നായിട്ട് വന്നു. ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദ ജെർമിനേഷൻ ഓഫ് എ പാഡി ഗ്രെയിൻ. ഒരു നെൽക്കതിരിൻ്റെ വളർച്ചയുടെ ഭാഗം, ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അടുത്തത് നോക്കൂ, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ജെർമിനേഷൻ ഓഫ് എ പീ സീഡ്. ഒരു പീ സീഡിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. പയറിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. അപ്പോൾ എന്താണ് ഉണ്ടാവുക? ആദ്യം ഈ ഒരു ഭാഗം പൊട്ടി ഒരു ഭാഗം പുറത്തേക്ക് വന്നു അല്ലേ? താഴത്തോട്ട് വന്നു. പിന്നെ ഒരു പച്ച ഭാഗം മുകളിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബ്ലാക്ക് കളറ് ഒരു സംഭവം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ വേര് താഴെ ഉണ്ട്, മുകളിലേക്ക് ലീഫും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം എന്തായിരിക്കും? നമുക്ക് പഠിക്കാം. ഓക്കെ, which part of a plant comes out first from the germinating seed? ഏത് ഭാഗമാണ് germinating seedന്റെ ആദ്യം വന്നത്? റൂട്ടാണ് അല്ലേ വന്നിട്ടുള്ളത്. What did that part which came out first from the seed form into? അതായത് ആ ഭാഗം what did the part which came out first from the seed? താഴത്തുള്ള ഭാഗം എന്തായിട്ടാണ് മാറുന്നത്? റൂട്ടാണ് അല്ലേ? റൂട്ടായിട്ടാണ് മാറുന്നത് അല്ലേ? ഓക്കെ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ്. ഡിഡ് ദ പാർട്ട് ദാറ്റ് came up first grow into root? ആണോ? ആദ്യം വന്നിട്ടുള്ള ഭാഗം
റൂട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് റാഡിക്കൽ. ഓക്കെ, ദി പാർട്ട് ദറ്റ് കംസ് ഔട്ട് ഫസ്റ്റ് ഫ്രം ദ സീഡ് ഈസ് കോൾഡ് ദ റാഡിക്കൽ. ആ ഭാഗത്തിന് താഴത്തേക്ക് ആ ഭാഗം ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, സീഡിന്ന് ഫസ്റ്റ് വന്നിട്ടുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് റാഡിക്കൽ. ഓക്കെ, റാഡിക്കൽ എന്നാണ് ആ ഒരു ഭാഗത്തിൻ്റെ പേര്. ഇത് പഠിച്ചു വെക്കണം. What is radical? The part that comes out first from the seed is called a radical. അത് കഴിഞ്ഞിട്ടോ the part that comes out after the radical. ആ റാഡിക്കലിന് ശേഷം മുകളിലേക്കൊരു ഭാഗം പൊന്തി വന്നിട്ടില്ലേ, അതാണ് പ്ലിമ്യൂൾ. ഓക്കെ, becomes the stem of the plant. അതാണ് സ്റ്റെം ആയിട്ട് മാറുക. റാഡിക്കലിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു ഭാഗത്തിനെ പറയുന്ന പേരാണ് പ്ലിമ്യൂൾ. ഓക്കെ, പ്ലിമ്യൂൾ എന്നാണ് ആ ഭാഗത്തിന്റെ പേര്. ദി പാർട്ട് ദറ്റ് കംസ് ഔട്ട് ഫസ്റ്റ് ഫ്രം ദ സീഡ് ഈസ് കോൾഡ് റാഡിക്കൽ. ആ റാഡിക്കൽ എന്ന് പറയുന്നത് ആ വേരിന് ഫസ്റ്റ് വരില്ലേ, ആ ഭാഗത്തിന് പറയുന്നതാണ് റാഡിക്കൽ. അത് കഴിഞ്ഞിട്ട് റാഡിക്കലിന് ശേഷം വരുന്ന ഭാഗത്തിനെ പറയുന്നതാണ് പ്ലിമ്യൂൾ. ഓക്കെ, പ്ലിമ്യൂൾ. ഇറ്റ് ഈസ് എ പ്ലിമ്യൂൾ ദാറ്റ് ഗ്രോ ഇൻ ടു ദ സ്റ്റെം. സ്റ്റെം ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഈ പ്ലിമ്യൂൾ വലുതായിട്ടാണ് സ്റ്റെം ഉണ്ടാവുക. ഓക്കെ, ദി പാർട്ട് ദറ്റ് കംസ് ഔട്ട് ആഫ്റ്റർ ദ റാഡിക്കൽ. റാഡിക്കലിന് ശേഷം വരുന്ന ഭാഗം, അതായത് മുകളിലോട്ട് പൊന്തി പോകുന്ന ഭാഗമാണ് പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. ഈ പ്ലിമ്യൂൾ ആണ് സ്റ്റെം ആയിട്ട് മാറുക. മനസ്സിലായോ? അപ്പോൾ റാഡിക്കൽ റൂട്ടായിട്ട് മാറും, പ്ലിമ്യൂൾ എന്തായിട്ട് മാറും? സ്റ്റെം ആയിട്ട് മാറും. From where did the radical and the plumule get food to germinate? ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ വർക്ക്ഷീറ്റിൽ. എവിടെ നിന്നാണ് ഈ റാഡിക്കലിനും അതുപോലെ തന്നെ പ്ലിമ്യൂളിനൊക്കെ ഈ മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഫുഡ് എവിടെ നിന്നാണ് കിട്ടുക? Didn't you see the radical and plumule in the picture? നിങ്ങൾ കണ്ടില്ലേ റാഡിക്കലും പ്ലിമ്യൂളും? റാഡിക്കലും പ്ലിമ്യൂളും അല്ലാതെ വേറൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? രണ്ട് എതളുകളായിട്ട് അല്ലേ, കുറച്ച് കട്ടിയുള്ള ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ? ആ ഭാഗത്തിന് പറയുന്ന പേരാണ് കോട്ടിലിഡൻ. ഓക്കെ, ദ തിക്ക് ലീഫ് ലൈക്ക് പാർട്ട് സീൻ ഇൻ ദ പ്ലിമ്യൂൾ ഓഫ് എ ജെർമിനേറ്റിംഗ് പീ സീഡ് ഈസ് ദ കോട്ടിലിഡൻ. ഓക്കെ, ആ രണ്ട് ഭാഗങ്ങൾ ഉണ്ടല്ലോ, ഒരു പയറിന്റെ ഇല വരുന്നതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗങ്ങൾ, ആ ഭാഗത്തിന് പറയുന്ന പേരാണ് കോട്ടിലിഡൻ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ആ കോട്ടിലിഡൻ? The food required for a seed to germinate is stored in the cotyledon. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, എവിടുന്നാണ് ഫുഡ് കിട്ടുന്നത് എന്ന്. അപ്പം അതാണ് ഇതിന്റെ ആൻസർ. ദ ഫുഡ് റിക്വയർഡ് ഫോർ എ സീഡ് ടു ജെർമിനേറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കോട്ടിലിഡൻ. ഈ കോട്ടിലിഡനിലാണ് ഈ സീഡ് മുളച്ച് പൊന്തി വരാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോട്ടിലിഡനിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഫുഡ് ഉപയോഗിച്ചിട്ടാണ് ആ മുളച്ച് പൊന്തി ആ ഇലയൊക്കെ വിരിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡാണ് ഈ കോട്ടിലിഡനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? What are the changes happen to seed when it rains? അല്ലേ, എന്ത് ആ സീഡിൽ, അതായത് ആ വിത്തിൽ മഴ കൊള്ളുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുക? the seed started to expand and absorb water. അല്ലേ, വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു സീഡ് എക്സ്പാൻഡ് ആവും അല്ലേ, അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും, വലിയ വിത്താവും അല്ലേ. പിന്നെന്താ സംഭവിക്കുക? the seed started to break its cover. ഒരു പാടുണ്ടല്ലോ, അതിൻ്റെ ആ പാട ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും അല്ലേ. പിന്നെന്താണ്? വൈറ്റ് സ്ട്രക്ചർ സ്റ്റാർട്ടഡ് ഗ്രോയിങ്. ഒരു വെള്ള കളറിൽ ചെറിയൊരു സാധനങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ. പയറൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഭാഗം വെള്ള കളറിൽ പുറത്തേക്ക് വരാൻ തുടങ്ങും അല്ലേ. അപ്പം ഇതൊക്കെയാണ് ആ സീഡ് മഴ കൊള്ളുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് എന്താണെന്ന് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഫ്രം വെയർ ഡിഡ് ദ റാഡിക്കൽ ആൻഡ് ദ പ്ലിമ്യൂൾ ഗെറ്റ് ഫുഡ് ടു ജെർമിനേറ്റ്? അപ്പൊ റാഡിക്കലും പ്ലിമ്യൂളും അല്ലാതെ വേറൊരു ഭാഗം കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? രണ്ട് ലീഫ് പോലെയുള്ള തിക്ക് ലീഫ് പോലെയുള്ള ഭാഗങ്ങളുണ്ട് അല്ലേ. പയറൊക്കെ മുളച്ച് വരുമ്പോൾ കാണാം രണ്ട് ഇല, അതുപോലെ തന്നെ കയ്പ, ഇതൊക്കെ മുളച്ച് വരുമ്പോൾ രണ്ട് ഇല പോലെയുള്ള ഭാഗങ്ങൾ കാണാം.
അതായത് താഴെ റൂട്ട് റാഡിക്കിളും മേലെ പ്ലിമിയോളും അല്ലാതെ 2 ഭാഗങ്ങൾ കാണാം. അതിന് ആ ഒരു ഏരിയയാണ് നമുക്ക് വേറൊരു ഭാഗമായിട്ട് പറയാൻ പറ്റുക. റാഡിക്കിളും പ്ലിമിയോളും അല്ലാതെ ഉള്ള ഭാഗമാണ് ആ ഒരു തിക്ക് ലീഫ്, അല്ലേ? അതിന് പറയുന്ന പേരാണ് കോട്ടിലിഡൻ. ഓക്കെ, അപ്പോൾ എന്ത് കാണാൻ പറ്റും? എവിടുന്നാണ് ഫുഡ് കിട്ടുക? ആ ഒരു കോട്ടിലിഡൻ അല്ലെങ്കിൽ ആ തിക്ക് ലീഫ് എന്നാണ് ആ ഒരു സീഡിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നത്. ഓക്കെ, അതായത് മുളച്ച് പൊന്തി വരാനുള്ള ഒരു എനർജി കിട്ടുന്നത്, ഫുഡ് കിട്ടുന്നത് എവിടുന്നാണ്? ആ ഒരു കോട്ടിലിഡനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, മേലെ ഇങ്ങനെ പോയി സീഡ്, അതായത് ആ പ്ലാന്റ് ഇങ്ങനെ വലുതാവും തോറും ഈ കോട്ടിലിഡൻ കുറച്ച് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതായത് നമ്മളിപ്പോൾ സീഡ് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അത് ഇങ്ങനെ ഓരോരോ സ്റ്റേജസ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻസ് എന്തായാലും വേണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ഇടാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്